അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മുടെ പൂജയുടെ സമയത്തുള്ളത് അതുകൊണ്ട് ഈ ഫോട്ടോ തന്നെ നോക്കിയാൽ മതി. ആദ്യമേ ഒരു വീഡിയോ, ഒരു ഡാൻസ് വീഡിയോ ഇറങ്ങി, ഫോട്ടോ ഇറങ്ങി, എല്ലാവരും വിചാരിച്ച് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഒരു കോൺട്രവേഴ്സി പോലെ അത് പുറത്ത് നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്തായിരുന്നു രണ്ടുപേർക്കും പറയാനുള്ളത്? ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അതെ, പിന്നെ എന്താ, അതൊരു പ്രൊമോഷണൽ മെറ്റീരിയൽ ആയിരുന്നു. അത് ആരുടെ ബുദ്ധിയായിരുന്നു അങ്ങനെ ചെയ്യാന്ന്? രതീഷ് ബാലകൃഷ്ണ പൊതുവാണ്. സിമ്പിൾ ആയിട്ട് തീർന്നു. ഒരു വാക്ക് ഈ ഡയറക്ടറിനെ പറ്റി ഒന്ന് പറയുമോ? ഒരു വാക്കെന്നല്ല, നിങ്ങളുടെ ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട്സ് പറയൂ. എന്ത് പറയാൻ വാക്കുകളില്ല സത്യം. മിടുക്കനാണ് ആള്. ഒന്നുകൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന കാലിബറുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ്. അത് വേണ്ട, അത് ഓക്കെ, അത് നമ്മൾ ഓൾറെഡി സ്വീകരിച്ചതാണ്. അല്ലാതെ ഈ 110 ദിവസം ഈ മൂവിക്ക് വേണ്ടി, എന്നാത്താൻ കേസുവിന് വേണ്ടി എത്ര ദിവസമായിരുന്നു രണ്ടുപേരും ചെലവഴിച്ച? ഞാൻ 8 ദിവസം. അവിടെ എന്നാത്താൻ കേസുകൊണ്ട് വേണ്ടിട്ട് മാസങ്ങളോളം ആണ്. എല്ലാം കൂടെ ഒരു രാശനെ വെച്ച് നോക്കുമ്പോൾ 100-200 ദിവസങ്ങൾ, ചിത്രേശനെ വെച്ച് നോക്കുമ്പോൾ 150 ദിവസം കൂട്ടിക്കോ, ഒരു റൗണ്ട് ഫിഗർ ഞാൻ പറഞ്ഞു. ഇത്രയും ദിവസം ഒരു ഡയറക്ടറിനോട് വർക്ക് ചെയ്യുമ്പോൾ പറയാൻ ഇത്രേ ഉള്ളോ? ഞാൻ രതീഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കാലയളവ് മൊത്തം കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം 2 വർഷമൊക്കെ വരുമായിരുന്നു. കുറെ രണ്ട് ഈ സിനിമ മുമ്പത്തെ തങ്കേശ്വര എല്ലാ സിനിമയിലും ഞാനുണ്ട്. അപ്പൊ എനിക്ക് കുറെ കാലങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വെറുതെ തുപ്പ് എന്നെ. വെറുതെ എന്തിനാണ് പുള്ളി വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ സത്യം. ഞാൻ ആ പടങ്ങളിൽ ഇനിയും പുള്ളിയുടെ പടങ്ങളിൽ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്. ഞാനൊന്നും പറയുന്നില്ലെന്ന്. അല്ല, ഇങ്ങനത്തെ പടത്തിൽ ഞാനുണ്ട്. അടുത്ത പടത്തിലും ഉണ്ടോ? ഇതെന്താ ഇങ്ങനെ? അതിന്റെ സെക്കൻഡ് പാർട്ടാണോ? ഇതിന്റെ സെക്കൻഡ് പാർട്ടല്ല, വേറെ ഒരു ഞാനൊരു റോളില് അടുത്ത സിനിമയിലും കൂടി വിളിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പം കറന്റ് ഇനി ഏതൊക്കെ മൂവീസ് ആണ് വരാൻ? അയ്യോ, ഒരു മിനിറ്റ്, ഇവിടെയും കൂടെ ഒന്ന് ഡയറക്ടറിനെ പറ്റി എന്തൊരു രാശിയുടെ പറയണ്ടേ? അതെ, പുതുവാളോ ഇത് സെറ്റിൽ എങ്ങനെയൊക്കെ ആയിരുന്നോ ചേച്ചി? അയ്യോ, ഇതിനേക്കാളും കഷ്ടമായി. ഇതിപ്പോ ഉറക്കമെന്നുണ്ടാ, എവിടെയോ ഒരു കിളി പോകുന്ന പോലെ പോയിട്ടുണ്ട്. രതീഷേട്ടനെ പറ്റി ഇത് എന്താ പറയാനെന്തില്ലേ, അങ്ങനെ ഭയങ്കര താത്വികപരമായി പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. താത്വികം വേണ്ട, എന്താ വെച്ചാ എനിക്കങ്ങനെ പറയാൻ അറിയില്ല. ഒരു വാക്ക് പറഞ്ഞു രാശേട്ടാ, എന്ത് പറയണ്ട വെച്ചാ പവർഫുൾ ആണ് ജാവ. രതീഷേട്ടൻ എന്താ പറയണ്ടേ, പൊളിയാണ്, കിഡുവാണ്, അന്യായമാണ്. താങ്ക് യു സോ മച്ച്, വെൽക്കം. നമുക്ക് ഇത് കഴിയുമ്പോൾ രവിശേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ. ഒറ്റ ധൈര്യത്തിൽ പറയുന്നത് ഇരുത്തിക്കൊണ്ട് വേണം ചോദിക്കാൻ, എന്നാലേ ഹൈലൈറ്റ് വരൂ.